ഹായ്, ഞാൻ എന്താ ഇത്ര എക്സൈറ്റഡ് ആയിരിക്കുന്നതെന്നാണോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നേ? അതൊരു വലിയ ചെറിയ കഥയാണ്. ആ കഥ ഞാൻ തന്നെ പറയാം. ഈ ചാടുന്ന പൂച്ചക്കുട്ടിയുടെ തൊപ്പിയും പൂക്കളുള്ള ഹോൾഡറും പിടിച്ച് 32 പല്ലും കാട്ടി ചിരിച്ച് ആൻഡ്രൂ സൈമൺസിൻ്റെ മുടിയുമായി ഞാനീ പോകുന്നത് ലോകത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ആവേശമായൊരു കൺസേർട്ട് കാണാനാണ്. നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ അതേതാന്ന്? അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് തേങ്ങയാണ് ഈ വാതോരാതെ സംസാരിക്കുന്നത്. വോയിസ് ഒട്ടും ക്ലിയർ അല്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ അങ്ങോട്ട് മ്യൂട്ട് ചെയ്ത്. ഇനി പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് കിട്ടിയോ ഞാൻ ഏത് കൺസേർട്ടിനാണ് പോകുന്നത്? അതെ, ഞാൻ പോകുന്നത് കോൾപ്ലേ കൺസേർട്ടിനാണ്. ഓരോ സെക്കൻഡിലും ആ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കഥ നടക്കുന്നത് 2025 ജനുവരി മാസത്തിലാണ്, അതായത് 6 മാസം മുന്നേ. അന്ന് ഞാൻ 3rd ഇയർ റെസിഡൻസി പട്ടിപ്പണിയെടുത്ത് നടക്കുന്ന കാലം. കൺസേർട്ടിന് പോകാൻ എത്ര ലീവ് കിട്ടും എന്നൊരു നിശ്ചയമില്ലെങ്കിലും ആർഭാടമായി തന്നെ ഞങ്ങൾ ചങ്ങായിമാരെല്ലാം ഇരുന്നങ്ങോട്ട് പ്ലാൻ ചെയ്ത്. അബുദാബി പോവാണല്ലോ, പിന്നെ എങ്ങനെ ദുബായ് കാണാതെ തിരിച്ചു വരാനാവും? ഏയ്, അതൊരിക്കലും ശരിയാവില്ല, ദുബായ് കണ്ടേ പറ്റൂ എന്ന് ചങ്ങായിക്ക് ഒരേ ഒരു നിർബന്ധം. ഞാൻ എന്നേ റെഡിയെന്നും പറഞ്ഞ് ഞാൻ കൂടെ കൂടി. അങ്ങനെ ChatGPTയുടെ സഹായത്തോടെ ഞങ്ങളൊരു ഐറ്റ്നറി പ്രിപ്പയർ ചെയ്തു. 8 പകലും 9 രാത്രി ഫിക്സ്ഡ്. ഇനി ലീവ് ഒപ്പിക്കണം, ഒരു വീക്ക് ചോദിക്കാം, പിന്നെ സൺഡേയും കൂടെ ആവുമ്പോൾ എല്ലാം സെറ്റ്. ലീവ് എടുക്കാൻ ആശാൻ വിചാരിക്കണമല്ലോ. ഏതാശാൻ? നമ്മുടെ സ്വന്തം HOD ആശാൻ. വെട്ടിത്തിളങ്ങുന്ന തലയും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫിസിക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പേടി സ്വപ്നമായ മല്ലൂസിൻ്റെ സ്വന്തം മൊട്ടയാശാൻ. സത്യം പറഞ്ഞ ആശാൻ വിടത്തില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു കള്ളത്തരം പ്ലാൻ ചെയ്യണം. ആ സമയത്ത് തന്നെയാണ് എൻ്റെ കുഞ്ഞനീറ്റിയുടെ കല്യാണം വന്നേ. ആശാനെ പറ്റിക്കാനുള്ള ത്രെഡ് കിട്ടി. വീട്ടിൽ കല്യാണത്തിരക്ക് നടക്കുമ്പോൾ ഞാൻ ഈ ത്രെഡിൽ നിന്ന് എങ്ങനൊരു ദൃശ്യ സ്റ്റോറി ഉണ്ടാക്കാൻ ആലോചിച്ച് തല പുകച്ചു. പക്ഷെ കൂടുതൽ തല പുകയ്ക്കേണ്ട ആവശ്യം വന്നില്ല, സംഭവം കിട്ടി. കല്യാണ വീട് ഞാൻ ഞങ്ങളുടെ സ്വന്തം 18 ഒന്ന് മാറ്റി, അങ്ങോട്ട് റാസൽ ഖൈമയിലോട്ട്. ഏത് വൈബ്? അംബാനി വൈബ്. ഈ കഥയൊന്നും വീട്ടിൽ പറഞ്ഞില്ല. ഉപ്പ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ കൺസേർട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി കോൺഫറൻസ് ആക്കി. ഇപ്പോൾ എല്ലാം സെറ്റ്. ലീവും കിട്ടി, വീട്ടുകാരുടെ അപ്രൂവലും കിട്ടി. മുംബൈയിൽ കോൾപ്ലേ വരുന്നുണ്ടെന്ന് കേട്ട അന്ന് തൊട്ട് ബുക്ക് മൈ ഷോയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചങ്ങായിയുടെ കൂടെ ആറ്റുനൂറ്റി കിട്ടിയ ടിക്കറ്റുമായി ഞാൻ അബുദാബിയിലോട്ട് വിമാനം കയറി. അതെ, ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നു, അതും ഒരു കൺസേർട്ട് കാണാൻ. അത് നാട്ടിൻപുറത്ത് ചർച്ചയായില്ലേലും കുടുംബത്തിൽ ചർച്ചയായി. പടച്ചോന് നിരക്കാത്ത കാര്യം എന്നും പറഞ്ഞ് കുടുംബത്തിലെ അമ്മാവന്മാരും അമ്മായിമാരും അടക്കം പറഞ്ഞു. പല അമ്മാവന്മാരും കല്യാണത്തിന് വരാതിരിക്കാനുള്ള അടവുകളായി കണ്ട്. പെൺപിള്ളേരെ തന്നിഷ്ടം പോലെ ചെയ്യാൻ വളം വെക്കുന്നത് ഉമ്മയാണെന്നും പറഞ്ഞ് വീട്ടിലെ ബഹളം. പെണ്ണുങ്ങളെ മുംബൈയിലോട്ട് പഠിക്കാൻ വിട്ടാൽ ഇങ്ങനെയാവുമെന്ന് നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് കൂട്ടത്തിലെ കാരണവർ ഉപ്പയോടും. ഇതൊന്നും അറിയാതെ ഞാനും എൻ്റെ ചങ്ങായും അബുദാബിയിലെത്തി. പല ജാതി മനുഷ്യര്, പല ജാതി ഭാഷകള്, പല ജാതി വികാരങ്ങള്. ഹോ, ഒരു വല്ലാത്ത ജാതി അനുഭവം. നാളെയാണ് ക്രിസ്മാർട്ടിനും ടീമും പെർഫോം ചെയ്യുന്നത്. ചങ്ങായിയുടെ മുഖത്ത് സ്വർഗത്തിലെ പാലരുവി പോലൊരു തെളിച്ചം. ഹോ, എന്തൊരു വലിയ എയർപോർട്ട്! നടന്നിട്ടും തീരുന്നില്ലല്ലോ. അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ശ്രാവൺജി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടൽ റൂം ലക്ഷ്യമാക്കി ശ്രാവൺജി കാറ് ചീറിപ്പായിച്ചു. എൻ്റെ പടച്ചോനെ, ഈ ചങ്ങായിയുടെ കൂടെ എല്ലാ കൊല്ലം ക്രിസ്മാർട്ടിനെയും വില്ലിനെയൊക്കെ കാണാനും എല്ലോ കേൾക്കാനും പറ്റണേ. അടുത്ത കഥയായിട്ട് പിന്നെ കാണാം. ബായ്.